ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മെയ് മാസം 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ചിങ്ങൻ രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം. മകം, പൂരം, ഉത്രം, കാല ഈ 3 നക്ഷത്രങ്ങളാണ് ഈ ചിങ്ങരാശിയിലുള്ളത്. ഇവർക്ക് വ്യാഴം ഇപ്പോൾ 10ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ധനക്ലേശം, ആലസ്യം ഇതൊക്കെ ഉണ്ടാകാം. സ്ഥാനഭ്രംശ ഭയം ഉണ്ടാകാം. സന്താനങ്ങൾ മൂലമൊക്കെ ചെറിയ മനക്ലേശത്തിന് സാധ്യതയുണ്ട്. ആഹാരം സമയത്ത് കിട്ടാതെ വരിക, വസ്തുനാശം, ഭയം ഉണ്ടാകുക. കർമ്മസ്ഥാനത്ത് ചില മാറ്റങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടാകാം. എങ്കിലും കർമ്മം സംബന്ധമായിട്ട് പല നേട്ടങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. എന്നാൽ മെയ് മാസം 14 വ്യാഴം ഇവരുടെ 11ാം ഭാവത്തിലോട്ടാണ് മാറുന്നത്. 11ാം ഭാവം വളരെ നേട്ടങ്ങളും ലാഭങ്ങളും ഒക്കെ തരുന്ന ഭാവമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുന്നതാണ്. പക്ഷേ വ്യാഴം 11 നിൽക്കുമ്പോൾ 8ാം ഭാവത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹം വന്നാൽ വ്യാഴത്തിനും വേദദോഷം ഭവിക്കുന്നു. ഇവിടെ ഇപ്പോൾ ശനി 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ആകയാൽ 8ലെ ശനി മൂലം 11ലെ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുന്നു. ആകയാൽ വ്യാഴവും 8ൽ നിന്നാൽ എന്ന പോലെ ഫലം തരികയുള്ളൂ. പൊതുവെ ഈശ്വരാനുഗ്രഹം ലേശം കുറയുന്നതിന് സാധ്യതയുണ്ട്. ധനക്ലേശം ഉണ്ടാകാം, സ്ഥാനഭ്രംശം ഉണ്ടാകാം, ഭാഗ്യദോഷം ഉണ്ടാകാം, രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയമാണ്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു ക്ഷേത്രത്തിലെ അല്ലെ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലെ സഹസ്രനാമ അർച്ചന ചെയ്യുക. അതുപോലെ ഈ രാജഗോപാല പുഷ്പാഞ്ജലി വളരെ നല്ലതാണ്. ഹരേ രാമ മന്ത്രം എപ്പോഴും ജപിക്കുക. അത് കലിസന്ധരണ മന്ത്രം എന്നാണ് പറയുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണത്. രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണത് വിഷ്ണു ക്ഷേത്രത്തിൽ. അപ്പോൾ ദോഷങ്ങൾ കുറയും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പിന്നെ പുണർദം, വിശാഖം, പൂരിട്ടാതി ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ദൂരയാത്രയും മറ്റും ഒഴിവാക്കുന്നത് നല്ലതാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5-7 ഭാവങ്ങളിലോട്ടൊക്കെ ഉള്ളത് വളരെയേറെ നല്ലതാണ്. പല നേട്ടങ്ങൾക്കും കാരണമാകുന്നതാണ്. സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകാം, ഉണ്ടാകാം, പല നേട്ടങ്ങളും ഉണ്ടാകാം സന്താനങ്ങൾ മൂലമായിട്ട്. അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകാം. ഇതുവരെ സന്താനങ്ങളില്ലാതിരുന്നവർക്കൊക്കെ സന്താന ഭാഗ്യത്തിനൊക്കെ സാധ്യതയുണ്ട്. പല സ്ഥാനമാന ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ട് സാധ്യമാകുന്ന ഒരു സമയമാണ്. പല നല്ല ഫലങ്ങളും ഇങ്ങനെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം ലഭിക്കുന്നതാണ്. എങ്കിലും വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓ